നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. കല്ലൂർ മാവിൻ ചുവടിലുള്ള വൈഗ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തി. സംസ്ഥാനത്ത് പരക്കെ മഴ. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി കുടുംബശ്രീ വാർഷികം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. തലൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. തലൂർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ 43 വയസ്സുള്ള ടാലി തോമസ് ആണ് മരിച്ചത്. ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. ടാലിയും മകളും നടന്നു പോകുന്നതിനിടെയാണ് അപകടം. കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ടാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് അപകടം. തൈക്കാട്ടുശ്ശേരി ഭാഗത്തുനിന്ന് സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ ലോറിയിൽ തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ലോറി വഴിയാത്രക്കാരായ ടാലിയെയും മകളെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സാണ് ടാലി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ മാവിൻ ചുവടിലുള്ള വൈഗ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ചേർന്ന് ഹോട്ടൽ അടപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. കാവല്ലൂർ ശാസ്താംവളപ്പിൽ കുടുംബക്ഷേത്രത്തിലെ ജീവനക്കാർ ഹോട്ടലിൽ നിന്നും വെള്ളേപ്പവും മസാലക്കറിയും വാങ്ങിയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തുകയായിരുന്നു. തൃക്കൂർ പഞ്ചായത്തിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഹോട്ടലിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10,000 രൂപ പിഴ ഈടാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ES ബൈജു, KI ഷിജി, പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് AS ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് പരക്കെ മഴ. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും വടക്കൻ ആന്ധ്രാപ്രദേശിനു മുകളിലായി സ്ഥിതി ചെയ്ത ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെയാണ് മഴ കനത്തത്. മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വളരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മേയറുടെ ചേംബറിൽ വാഴ വയ്ക്കാൻ നീക്കം നടത്തി. ഇന്നലെ രാവിലെ MG റോഡിലെ കുഴിയിൽ വീണ യുവാവ് ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്നലെ തന്നെ വിപുലമായ രീതിയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് മാറ്റി. യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് വാഴ വയ്ക്കാനുള്ള ശ്രമമുണ്ടായത്. നേരത്തെ BJPയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണം നടത്തി പ്രതീകാത്മകമായി ബലിതർപ്പണ സമരം നടത്തുകയുമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് കൌൺസിലർമാരുടെയും ഒപ്പം തന്നെ BJP കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ മേയർ സ്ഥലത്തില്ല. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. പൊലിമ പുതുക്കാട് 7ാം ഘട്ടത്തിലേക്ക്. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലുള്ള 8 പഞ്ചായത്തുകളിലെ 40,000 വനിതകളെ ഉൾപ്പെടുത്തി 7ാം ഘട്ട ഫല പച്ചക്കറി പൂകൃഷി വിത്തിറക്കൽ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു.
നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ തലോർ ചക്കംകുളങ്ങര വാര്യം കോമ്പൗണ്ടിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും നൂറുകണക്കിന് കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എസ് ബൈജു, ഇ കെ അനൂപ്, കലാപ്രിയ സുരേഷ്, കെ രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, എൻ മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ട്രീസ ബാബു, CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജി ഷൈജു, ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സ്വപ്ന എസ്, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ദീപ കെ എൻ, നെന്മണിക്കര കൃഷി ഓഫീസർ അശ്വതി ജി പ്രസാദ്, ഭൂ ഉടമയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ CV അച്യുതൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ അജിത എന്നിവർ സംസാരിച്ചു. തരിശുകിടന്ന ചക്കംകുളങ്ങര വാര്യം വക 1.5 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലിപ്പൂ കൃഷിയും പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറിയുമാണ് പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്യുന്നത്. വരന്തരപ്പിള്ളി കുടുംബശ്രീ വാർഷികം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CDS ചെയർപേഴ്സൺ ശാരദാ കുമാരൻ സ്വാഗതം ആശംസിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകമായ ഒരു പദ്ധതി എന്ന നിലയിൽ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 85 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. കല്ലൂർ മാവിൻ ചുവടിലുള്ള വൈഗ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തി. സംസ്ഥാനത്ത് പരക്കെ മഴ. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പിള്ളി കുടുംബശ്രീ വാർഷികം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.